ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ, ഒറ്റപ്പാലം. ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് ഈ കാണുന്ന വീടാണ് കേട്ടോ. ഇത് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത്. വെള്ള സൗകര്യത്തിന് നല്ലൊരു ഓപ്പൺ കിണറുണ്ട്. ഒരിക്കലും പറ്റാത്ത നല്ലൊരു ഓപ്പൺ കിണറാണ് കേട്ടോ ഈ കാണുന്നത്. 5.5 സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത്. കണ്ടോ, വെള്ളം നല്ല വെള്ളം, എപ്പോഴും വെള്ളം കിട്ടുന്ന കിണറാണ്. 5.5 സെൻറ്റ് സ്ഥലത്തിൽ 1050 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് കേട്ടോ. വെറും 7 വർഷം മാത്രമേ പഴക്കമുള്ളൂ ഈ വീട്. 3 ബെഡ്റൂമുണ്ട്, 3 അറ്റാച്ച്ഡാണ് കേട്ടോ. ഇത് അടുക്കളയുടെ പുറകുവശമാണ്. ഇപ്പോൾ ഇതിൽ ആൾ താമസമില്ല. മെയിൻ റോഡിൽ നിന്ന് തൊട്ടാണ് കേട്ടോ ഈ വീട്. നമ്മുടെ മെയിൻ റോഡിൽ തന്നെയാണ് ഈ വീടുള്ളത്. ഈ വീടിൻ്റെ ഒരു സൈഡിൽ കൂടെ വേറൊരു റോഡ് പോകുന്നുണ്ട്. ഈ മതിലിൻ്റെ ഇപ്പുറത്ത് കൂടെ അതാണ് മെയിൻ റോഡ്. കണ്ടോ, അത് ആ വണ്ടി പോകണുണ്ടല്ലേ, ഇതാണ് മെയിൻ റോഡ്. ഇത്ര അടുത്താണ്. നമുക്കിതാ ഈ വഴിയും വരാം, പക്ഷെ നമുക്ക് ഈ വഴി വരേണ്ട ആവശ്യമില്ല. നല്ല വീതിയിലുള്ള വഴി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഉണ്ട് കേട്ടോ. വെള്ള സൗകര്യത്തിന് കിണർ കൂടാതെ പിന്നെ ഒരു വാട്ടർ കണക്ഷനുണ്ട്. ഇതുണ്ടോ, ഈ വഴിയാണ് നമുക്ക് ഇതിലേക്ക് വരാനുള്ളത്. ഒരു തൊട്ടൊക്കെ വീടുണ്ട്. നല്ലൊരു വീടും സ്ഥലമാണ് കേട്ടോ, കാരണം മെയിൻ റോഡിൽ തന്നെയാണ്. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ വീട് നിൽക്കുന്നത്. കയറിയ ഭാഗം എന്താണ്ടോ, നല്ലൊരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. ടൗണിലേക്ക് വെറും 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഒറ്റപ്പാലം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വെറും 2 കിലോമീറ്റർ മാത്രം ദൂരം. ഓപ്പൺ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ മെയിൻ ഡോർ തുറന്ന് ഉള്ളിലേക്ക് വന്നാൽ വലിയൊരു ഹാള് നല്ല ഷോക്കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തലക്കൽ ഈ ഭാഗത്ത് നമുക്ക് ഡൈനിങ് സെക്ഷനാണ്. നല്ല വൃത്തിയുള്ള ഒരു വീട് തന്നെയാണ്. 7 വർഷം പഴക്കമുള്ളൂ. നല്ല സ്ട്രോങ് ഉള്ള വീടാണ്. ടൗണിനോടൊക്കെ ടച്ച് ചെയ്തിട്ട് വീടും സ്ഥലം ആവശ്യമുള്ളവർക്കൊക്കെ നല്ലൊരു സൗകര്യം കേട്ടോ ഈ വീട്. ഇതാണ്, അവിടെ വാഷ് ബേസിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിൻ്റെ ഒരു ഏരിയയാണ് ഈ ഭാഗം. അവിടുന്ന് പിന്നെ നമ്മൾ അടുക്കളയിലേക്കുള്ള എൻട്രൻസ് ഒക്കെയാണ്. ഇവിടെ ഒരു ഷോക്കേസൊക്കെ ഉണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ ഇതല്ലേ, ഇടത് ഭാഗത്ത് ഒരു ബെഡ്റൂം, പിന്നെ വലത് ഭാഗത്ത് ഒരു ബെഡ്റൂം. റൂമൊക്കെ നല്ല വലിപ്പമുള്ള റൂമുകൾ തന്നെയാണ് കേട്ടോ. 3 ബെഡ്റൂം ഉള്ളത്, 3 അറ്റാച്ച്ഡാണ്. അതല്ലേ, ഇവിടെയൊക്കെ ഒരു ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിലെ ബാത്റൂം. ഇത് ഇന്ത്യൻ ക്ലോസറ്റാണ് ഈ ബാത്റൂം. നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ചെയ്യാത്തവരുണ്ടെങ്കിൽ. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ. ഇതും ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ അതേമാതിരി വലിപ്പമൊക്കെ ഉണ്ട്. ഇതും അറ്റാച്ച്ഡ് തന്നെയാണ്. ഇതാണ് ഇതിലെ ബാത്റൂം. ചുമരിലൊക്കെ ഷോക്കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിലെ ബാത്റൂം. ഇത് പിന്നെ യൂറോപ്യൻ ക്ലോസറ്റാണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട്, വൃത്തിയുള്ള വീടുമാണ്. സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു ഏരിയയിലാണ്, ടൗണിൽ അടുത്താണ്. അവിടുന്ന് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ഹാളിലേക്ക് എത്തി. ഇത് ഡൈനിങ് ഏരിയ. അവിടുന്ന് കാണുന്നതാണ് 3ാമത്തെ ബെഡ്റൂം. അതും അതേ ആദ്യത്തെ പോലത്തെ ബെഡ്റൂമുകളുടെ അതേ വലിപ്പമാണ്. ഇതും ഉണ്ട്, ചുമരുമലൊക്കെ ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. ഇതും യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ്. അപ്പോൾ 2 ബെഡ്റൂം യൂറോപ്യൻ ക്ലോസറ്റും 1 ബെഡ്റൂം സാധാ ഇന്ത്യൻ ക്ലോസറ്റുമാണ് ഈ വീട്ടിൽ. 5.5 സെൻറ്റ് സ്ഥലം മെയിൻ റോട്ടിൽ. ഇവിടെയൊക്കെ ഒരു സെൻറ്റിന് 12 ലക്ഷം രൂപ വിലയുള്ള ഏരിയയാണ്. ഇതിൻ്റെ ഓണർ ഇതിന് വില പറയുന്നത് 60 ലക്ഷം രൂപയാണ് കേട്ടോ. എങ്കിലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ്. വില ഉള്ള ഏരിയയാണ്, അതുകൊണ്ടാണിത്. സ്ഥലത്തിന് തന്നെ 10-12 ലക്ഷം ഉറുപ്പ്യുണ്ട്. അപ്പോൾ ആ കണക്കിന് സ്ഥലത്തിൻ്റെ വില തന്നെ ആയിട്ടുള്ളൂ. ഇതാണ് അടുക്കള. അടുക്കളയൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്. ഉണ്ടോ, അടിയിലെ ഷെൽഫ് കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നല്ലൊരു വർക്ക് ഏരിയ. ഇവിടെ ഓപ്പൺ ഗ്രില്ല് ഒക്കെ ഇട്ടിട്ടുള്ളത്. ഇവിടെ വിറകടുപ്പിനുള്ള സെറ്റിങ്സ് ഉണ്ട്. അതുപോലെ പാത്രം കഴുകാനുള്ള വലിയൊരു സെറ്റിങ്സും ഉണ്ട് കേട്ടോ. വില അധികമൊന്നുമില്ല കേട്ടോ. സ്ഥലത്തിൻ്റെ വില മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.